നീ വെച്ചതാണോ വാഴ, അത് യവൻ വെച്ചതാണോ വാഴ, ഞാൻ വെച്ചതാണോ വാഴയെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. റീന ചേച്ചി ആ നിലവിളി ഒന്ന് വിളിക്കാൻ പറ്റും? വലിയ കച്ചി പോയെന്ന് തിയേറ്ററിൽ ചെന്ന് കണ്ടിട്ടാണ് ആ നിലവിളി ആൾക്കാർ എടുക്കേണ്ടത്. ഞാൻ അപ്പൊ തൊലിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഭയങ്കര ചീത്തയാണെന്ന് പറയാം. അതിനൊരു ഉദാഹരണം മരിച്ചീനി. ഞാനൊരു അണ്ടർ സെക്രട്ടറിയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അത് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് എസ് പിബിൻ്റെ ഒരു മാജിക്കാണ്. ഇത്രയും ഹിറ്റായിട്ട് ഫാസ്റ്റ് പടം തന്നെ. ഇവിടെ എല്ലാണോ ഭ്രാന്തന്മാരാണ്. ഇന്ന് ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ. ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മുടെ ഫ്ലോറിൽ അനിലേട്ടനും റീന ചേച്ചിയുണ്ട്. ചേട്ടാ സ്വാഗതം. പടം നല്ല രീതിയിൽ ഹിറ്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പം ചേട്ടൻ എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥനും കൂടെയാണ്. അത് ഈ ഫാലിമി മുതലേ എന്നെ ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട്, പൊതുരംഗത്ത് തിരിച്ചറിയുന്നുണ്ട്, ഓഫീസിൽ പ്രത്യേകിച്ചും ഒരു മിനി സ്റ്റാർ ഇമേജൊക്കെയാണ്. ഇതെങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്ക്? ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഈ വാഴ കഴിഞ്ഞിട്ട് എനിക്ക് അതിനകത്ത് എൻ്റെ ഡയലോഗിന് തിയേറ്ററിൽ വാഴ കൈയടി കിട്ടിയതായിരുന്നു. അപ്പോൾ അത് ഒന്നും കൂടെ പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാനവിടെ വെച്ച വാഴ, നീ വെച്ചതാണോ വാഴ, അത് യവൻ വെച്ചതാണോ വാഴ, ഞാൻ വെച്ചതാണോ വാഴയെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. അടിപൊളി. ഈ ഡയലോഗിന് ഭയങ്കര കൈയടിയാണ്. അങ്ങനെയാണ് ചേട്ടൻ ശ്രദ്ധിക്കപ്പെട്ടത്. അങ്ങനെ അപ്പം പിന്നെ ആൾറെഡി വിപിൻ ദാസ് എൻ്റെ പണ്ടേ ഉള്ള ചങ്ങാതിയാണ്. അപ്പം അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, പക്ഷേ ഇങ്ങനെ അവിചാരിതമായിട്ട് ഒരു ദിവസം എൻ്റെ വീട് പേരൂർക്കടയ്ക്ക് അടുത്ത് ദർശൻ നഗറിലാണ്. ആ ദർശൻ നഗറിൻ്റെ എൻട്രൻസിൽ ഞാൻ നിൽക്കുമ്പോഴാണ് എനിക്ക് കോൾ വരുന്നത്. ഒരു വെറുതെ ഒന്ന് സംവിധായകൻ ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാനും കാണാനും മരുതൂറുള്ള ഒരു ഫ്ലാറ്റ് ലൊക്കേഷൻ ഇട്ട് തന്നു. ഒന്ന് അവിടെ നാളെ ചെല്ലാമെന്ന് ചോദിക്കുന്നു. അപ്പോൾ പോയി അവിടെ വെച്ചാണ് ഇതിൻ്റെ സംവിധായകൻ എസ് വി പിന്നെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഓഡീഷൻ അല്ലേ? ഓഡീഷൻ ആയിട്ട് ഇപ്പം ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ പറയാറില്ല. അപ്പോൾ അങ്ങനെയാണ് ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസമൊക്കെ അറിയിക്കാം. അപ്പോൾ അവർ 2 ക്യാരക്ടർ അതിനകത്ത് പറഞ്ഞിരുന്നു. ഒന്നിൽ ഈ കൃഷ്ണൻകുട്ടി, അല്ലെങ്കിൽ അതിലെ മറ്റേ ഈ ഇലക്ട്രിക് ഒരു ഷോപ്പ് കിടത്തുന്ന രൂപമൊക്കെ വെച്ച് കിട്ടുന്ന മൈക്ക് സെറ്റ്, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും എന്നാണ് അന്ന് പറഞ്ഞത്. പിന്നെ അത് വന്നപ്പോൾ കൃഷ്ണൻകുട്ടിയിലോട്ട് എത്തി. കൃഷ്ണൻകുട്ടി നിരിച്ചു. കൃഷ്ണൻകുട്ടി മാത്രമല്ല, ആ സിനിമയിലുള്ള എല്ലാവരും ഭയങ്കര ഒരു ഭയങ്കര വൈബ്രന്റ് ആയിരുന്നു. സാധാരണ ഒരു മരണ വീട്ടിൽ നടക്കുന്ന സംഭവമായിരുന്നു. അങ്ങനെ പറഞ്ഞു റീന ചേച്ചി ആ നിലവിളി ഒന്ന് വിളിക്കാൻ പറ്റും? ആ നിലവിളി വിളിച്ചിട്ടുണ്ടായിരുന്നു മരണ വീട്ടിൽ. തിയേറ്ററിൽ ചെന്ന് കണ്ടിട്ടാണ് ആ നിലവിളി ആൾക്കാർ. ചേച്ചി ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇതില് ത്രൂ ഔട്ട് ചേച്ചി ഒന്ന് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. ഇങ്ങനെ ഒരു കുഴുത്തിരിമ്പ് പിടിച്ച ഒരു ചേച്ചി. എന്റെ അമ്മ വലിയ കച്ചി പോയെന്ന് പോയ ഓട്ടക്കാരന് പൈസ അവിടുത്തെ. നമ്മളിവിടെ ഇരുന്നിട്ട് ഈ സിനിമാ കഥ മൊത്തം പറഞ്ഞിട്ട് അവസാനം ഡയറക്ടർ നമ്മൾ ഓട്ടിക്കുന്നുണ്ട്. പക്ഷെ ഈ വലിയ ചേച്ചി എങ്ങനെയായിരുന്നു ഇത്ര ആത്മബന്ധം ഉണ്ടാവാൻ കാരണം? വലിയ കച്ചിയായിട്ടാ. ഞാൻ എന്റെ ചുറ്റും കുറെ, എന്റെ വീട്ടിൽ തന്നെ കുറച്ച് വലിയ കച്ചിമാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ. വലിയ കച്ചി എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം ഒരു ഇതില് നമ്മള് ചേച്ചി, മൂത്ത ചേച്ചി എന്നൊക്കെയാണ് അക്കച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം. ഞാൻ ട്രിവാൻഡ്രം ആണ് എൻ്റെ സ്വദേശം. പിന്നെ ഞാൻ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഇതുപോലെ കല്യാണ വീടുകളിൽ തന്നെ പലരും ഉണ്ട്. നമ്മുടെ അയൽക്കാരായ ചേച്ചിമാരും ഒക്കെ അങ്ങനെയുള്ളവരുണ്ട്. അപ്പം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാകുമ്പോഴത്തേക്ക് നമ്മള് ഒരുപാട് ഈ സിനിമയിൽ ഒരുപാട് ട്വിസ്റ്റുകൾക്ക് കാരണം കൂടെ ആയിട്ടുണ്ട്. ചില ക്യാരക്ടറുകളെ കൊണ്ടുവരാൻ വേണ്ടി ട്വിസ്റ്റ് അടിക്കുന്ന നല്ല രസമുള്ള ക്യാരക്ടറാണ്. എനിക്കത് ഭയങ്കര നന്ദിയുണ്ട് വിപിൻ ദാസിന്റെ കൂടെ വിപിന്റെ കൂടെ രണ്ടുപേരെടുത്തു എനിക്കത് അറിഞ്ഞു തന്നതിന്. കാരണം അത് തരാനായിട്ടുള്ള ഒരു ഇത് അതുണ്ടായതിന് താങ്ക് യു അവർ രണ്ടുപേരെടുത്തു. ഇപ്പോൾ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇപ്പം പിന്നെ മറ്റ് ആളുകൾ കാണുമ്പോഴും അല്ലെങ്കിൽ അടുത്ത പുതിയൊരു പടത്തിൻ്റെ
ആൾക്കാർ വിളിച്ചു തുടങ്ങിയോ? അത് നമുക്ക് ഇത്തിരി ഒരു തിരക്കിട്ട സമയത്തിലോട്ട് പോയി തുടങ്ങിയോ? ഞാൻ ഈ ക്യാരക്ടർ കണ്ടോണ്ടാണ്. എനിക്ക് ഏറ്റവും കിട്ടിയ അംഗീകാരം ഈ സിനിമയുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് വിപിൻദാസ് എന്നെ വിളിച്ചിരുന്നു. വിപിൻദാസ് വിളിച്ച് കുറേ സംസാരിച്ചു, ഈ സിനിമയെക്കുറിച്ചും ക്യാരക്ടറിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ വാഴ സെക്കൻഡ് തുടങ്ങിയ സമയത്ത് എന്നെ വിളിച്ചു. ഞാൻ തന്നെ അന്ന് വിട്ടു. അതൊരു വലിയ ഇത് തന്നെയാണ്. വാഴയുടെ ആദ്യ ഭാഗവും അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഷൂട്ട് നടക്കുന്നുണ്ട്. അതില് ഒരു നല്ല ക്യാരക്ടർ, ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള, ഈ ക്യാരക്ടർ പോലെ അല്ല, സ്ലാങ്ങും ട്രിവാൻഡ്രമല്ല, വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ, ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. നിങ്ങൾ രണ്ടുപേരും ട്രിവാൻഡ്രത്തുള്ളവരാണ്. അപ്പൊ ഈ സ്ലാങ് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തോ ദോഷം ചെയ്തോ? തിരുവനന്തപുരം സ്ലാങ് നാച്ചുറലി അത് ഗുണമാണ് ചെയ്തത്. ഗുണമാണ് ചെയ്യുന്നത്. സാധാരണ എന്തിരപ്പി എന്നൊക്കെ ഉള്ള രീതിയൊക്കെയാണ്. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായി. അല്ല, അത് ഫാലിമിയിലായിരുന്നാലും ഇതിലായിരുന്നാലും അങ്ങനെ ഉള്ള യൂസേജ് അല്ലായിരുന്നു. അതായത് തിരുവനന്തപുരത്ത് ഇപ്പൊ സംസാരിക്കണ ഈ എന്തരുടെ അപ്പി എന്നൊക്കെ ഉള്ളത് കുറച്ച് എക്സാജറേഷൻ കൂടെ ഇല്ല ഇപ്പോഴത്തെ കാലത്ത് തിരുവനന്തപുരത്ത്. ഇതങ്ങനെയുള്ളതല്ല. തിരുവനന്തപുരത്ത് യഥാർത്ഥ തിരുവനന്തപുരത്തുകാരൻ സംസാരിക്കുന്ന ഒരു രീതി, അത് രണ്ടിലും അങ്ങനെയാണ് ചെയ്യാൻ ഡയറക്ടേഴ്സ് നിർദ്ദേശിച്ചത്, അതുപോലെ ചെയ്തു. ഈ സ്ക്രിപ്റ്റ് അങ്ങനെ തന്നെയായിരുന്നു. അല്ല, ട്രിവാൻഡ്രത്ത് തന്നെ പല സ്ഥലങ്ങളുണ്ട് ട്രിവാൻഡ്രത്ത്. ഇപ്പം ആറ്റിങ്ങൽ, വെഞ്ഞാറമൂട്, ആറ്റിങ്ങൽ ഒരു സ്ലാങ് ആണ്, വെഞ്ഞാറമൂട് ഭാഗം വേറൊരു സ്ലാങ് ആണ്, അങ്ങോട്ട് നെയ്യാറ്റിൻകര ആ ഭാഗം വേറൊരു സ്ലാങ് ആണ്. അപ്പൊ വിപിൻ പറഞ്ഞത് ആറ്റിങ്ങൽ, തോന്നയ്ക്കൽ ആ ഭാഗം, അതൊരു ഓരോ സ്ലാങ് ആണ്. സ്ലാങ്ങുകൾക്ക് വ്യത്യാസങ്ങളുണ്ട്, നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഉണ്ട്. വെഞ്ഞാറമൂട് കുറേ ഡിഫറെൻ്റ് ആണ്, ഇവരെങ്ങാട്ടി കുറച്ചുകൂടെ ഇതുണ്ട്. ആ ഒരു അത് വിപിൻ, ഡയറക്ടർ വിപിൻ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ആറ്റിങ്ങലാണ് വിപിനിന്റെ നാട്, അതാണ് വേണ്ടത് വിപിന്. ഉള്ളി തൊലിക്കുക. അപ്പൊ തൊലിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഭയങ്കര ചീത്തയാണെന്ന് പറയുന്നത്. പക്ഷെ ഈ തൊലിക്കുക എന്ന് ട്രിവാൻഡ്രത്ത് സാധാരണ സംഭവിക്കുന്ന ഒരു സ്ലാങ് ആണ്. ഈ ലാംഗ്വേജിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ചില സംഭാഷണങ്ങൾ പറയുന്ന സമയത്ത് അത് ഭയങ്കര ചീത്തയായിട്ട് തോന്നുന്നൊരു സംഭവമാണ്. ഇതിപ്പോ നമ്മളിപ്പോ ട്രിവാൻഡ്രം, കൊല്ലം വരെയൊക്കെ ഓക്കെ, ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കോട്ടയോ എറണാകുളമൊക്കെ പോകുന്ന ഉദാഹരണം മരച്ചീനി. അല്ല, നമ്മൾ ഇവിടെ സംസാരിക്കുന്ന പല സാധനങ്ങളും അവിടെ ചെല്ലുമ്പോൾ അതിന്റെ അർത്ഥം മാറുന്നു. ഈ സിനിമ പോകുമ്പോൾ അങ്ങനെ സാധ്യത ഉണ്ടോ? തീരെ പണ്ട് തിരുവനന്തപുരത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ 2 പറ്റുകാരി തിന്നാന്ന് പറഞ്ഞുകൊണ്ട് എറാത്ത് കയറി വന്നപ്പോൾ അവത്തുങ്ങളെല്ലാം കൂടെ പിടപെടാക്കി വരിക്കുന്നു. ഇത് വല്ലതും മനസ്സിലാവും ഇപ്പം ഉള്ള ആളിൻ്റെ അടുത്ത് പറഞ്ഞു. അതായത് ഞാൻ ചോറ് കഴിക്കാന്ന് പറഞ്ഞ് എറാത്തെന്ന് പറഞ്ഞാൽ മുറ്റത്ത് വന്നപ്പം അവത്തുങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവരെല്ലാവരും കൂടി പിടപെടയ്ക്ക് പോയിരിക്കുന്നത് കല്യാണത്തിന് പോയിരിക്കുന്നു എന്നാണ് ഈ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ആ ഒരു രീതി ഇപ്പോഴും ഉപയോഗിക്കാറില്ല. ഇല്ല. ഇപ്പൊ എല്ലാവരും ഒരു ജനറലൈസ്ഡ് ആയി ഭാഷകൾ കൈകാര്യം ചെയ്തു. എനിക്ക് സിനിമ അതിലൊരു പ്രധാന ഘടകമായിരുന്നു അല്ലേ. എല്ലാ ഭാഷയും ഇവിടെ സാധാരണ സിനിമ ലാംഗ്വേജ് ഇത്തിരി വ്യത്യസ്തമുണ്ട് പല കാര്യങ്ങളും. ഇനി ചേച്ചിയുടെ ആദ്യത്തെ പടം ഏതായിരുന്നു? അന്താക്ഷരിയാണ്. അതിൽ ഞാനൊരു ചെറിയ സീന് ഉണ്ട്, രജിസ്റ്റർ ചെയ്യുന്ന ഒരു സീനാണ്. സത്യം പറഞ്ഞാൽ അന്ന് വിപിൻദാസുമായിട്ട് എനിക്ക് അറിയ പോലുമില്ല. വിളിച്ചു, പ്രൊഡക്ഷനിൽ നിന്ന് ഒരാൾ വിളിച്ചു, ഓർമ്മ പോലും ഇല്ല ഡയറക്ടറിന്റെ മുഖവും. ഞാൻ ഭയങ്കര ടെൻഷനിലുമായിരുന്നു, ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടെൻഷനും ആൾ കേൾക്കുകയാണെങ്കിൽ അതിനൊരു തൃപ്തിയും ഇല്ലായിരുന്നിട്ടുണ്ട്. സിനിമയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കാരണം എനിക്ക് തന്നെ ഒരു തൃപ്തിയില്ലായിരുന്നു സിനിമ ഞാൻ ചെയ്തത് ശരിയായോ എന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് കുറച്ച് ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ KSFDCക്ക് വേണ്ടിയിട്ടൊരു സ്ത്രീ ഡയറക്ടർ മിനി IG എന്ന് പറഞ്ഞിട്ടൊരു ആളാണ് ചെയ്തത്. പിന്നെ എനിക്ക് കിട്ടിയ ഇതാണ് ഫാലിമിയാണ്. ഫാലിമി ഞാനൊരു സീനിലെ അതിൽ വന്നിട്ട് പോകുന്നുള്ളൂ, ഉഷാമാമി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ആ ഒരു സീന് കൊണ്ട് ഞാൻ ഒരുപാട് എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഇത്രയും ക്രൗഡ് വന്ന ഒരു മരണ വീടാണ്. അപ്പം നമുക്ക് പല ചിരിക്കേണ്ട സന്ദർഭങ്ങളും വന്നിട്ടുണ്ട്, പക്ഷെ കരയുകയും വേണം. പക്ഷെ നമ്മൾ പ്രേക്ഷകരായിരുന്നു ചിരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് ചിരി ഉളവാക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു സെറ്റില്? നിങ്ങൾ എത്ര ടേക്ക് പോയതാണ്? അതിൽ ഒരു ചിരിയാണ് ഇദ്ദേഹത്തിന്റെ ഇൻട്രോ. എല്ലാരും ചിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് തന്നെ ഒരു ഇതുമില്ലായിരുന്നു, ഒരു ബോധമില്ലാതെയാണ് ഞാൻ ആ സീന് ചെയ്തത്. ഞാൻ വിപിനെ എന്നെ വഴക്കുറയും, കംപ്ലീറ്റ് വെട്ടിക്കളയും ചേച്ചി മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ. കാരണം ഞാൻ കുറച്ച് ഇംപ്രവൈസേഷൻ്റെ ആണ്. ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കയ്യിൽ നിന്നൊക്കെ ഇട്ട് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു കുറവ്. മര്യാദക്ക് ചെയ്യണം ചേച്ചി, ഞാൻ പറയുന്ന ഡയലോഗ് മാത്രമേ പറയാവൂ. ഞാൻ കയ്യിൽ നിന്നിട്ട് വീണ്ടും വിപിൻ വന്നത് ആ സീനാണ്
വിപിൻ കുറച്ച് ബുദ്ധിമുട്ടിയത് എന്നെ കൊണ്ട്. മറ്റു സീനുകളൊക്കെ ചെയ്ത് പോയി. ഇതിനെ സംഭവിച്ചത് ആദ്യം ഞാൻ വന്ന സമയത്ത് എൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവരും ചിരിച്ചു. അപ്പൊ പിന്നെ എൻ്റെ ഉള്ളിലുള്ള ഒരു അഹങ്കാരം വെളിച്ചാടി. ഇവരൊക്കെ ചിരിച്ചല്ലോ, 2 ഡയലോഗ് കൂടുതലിട്ട് എനിക്ക് എന്നെ പിന്നെ പ്രജ്ഞ നഷ്ടപ്പെട്ടതുപോലെ എന്തൊക്കെയോ നമ്മളെ ഡബിങ് സമയത്ത് സ്വാഭാവികമായിട്ട് ഡയറക്ടർ തന്നെ അത് പറയുമല്ലോ, ഇന്നടത്ത് ഇന്ന ഇതാണ് എന്നുള്ളത് അവര് തന്നെ നോട്ട് ചെയ്യും നമ്മളുടെ ചെയിനിൽ. പിന്നെ അതെല്ലാം നമ്മൾ ഒരുപാട് കയ്യിൽ നിന്ന്, അത് എനിക്കിപ്പം പിടികിട്ടുന്നുണ്ട്. നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് ആവശ്യമില്ലാത്ത ആംഗ്യങ്ങളും കാര്യങ്ങളും നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വേറെ ആംഗിളിൽ നിന്നായിരിക്കും ഇപ്പം എടുക്കുന്നത് കറക്റ്റ് ആയിരിക്കും. വേറെ ആംഗിളിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് മറ്റതുപോലെ നേരത്തെ ചെയ്തതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് തന്നെ നമ്മൾ വെക്കുന്ന പണിയായിരിക്കും. എനിക്ക് അങ്ങനെ പണി ആക്ഷൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരു സോങ്സിൻ്റെ ഇടയിലുള്ള ആക്ഷൻ ഞാൻ തെറ്റിച്ചു. അപ്പം എന്നെ നിങ്ങൾ ചേട്ടാ ഒന്നുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതിരുന്നാൽ എന്ത് എന്ന് വിപിൻ ദാസ് അന്നേരം എന്നോട് ചോദിക്കലുണ്ടായിരുന്നു. അത് അല്ലാതെ എനിക്ക് വേറെ അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളുണ്ടായെന്ന് തോന്നുന്നില്ല. അപ്പം അങ്ങ് അണ്ടർ സെക്രട്ടറിയാണ്, ഞാനൊരു അണ്ടർ സെക്രട്ടറിയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ മേളിലുള്ള ആൾക്കാരാണ് ഇത്. അവർ ഈ സിനിമയെ കണ്ടിട്ട് വന്നിട്ട് ഇവരെങ്ങനെയായിരിക്കും ഇപ്പം മിനിസ്റ്റേഴ്സ് ആരെയും കാണുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അങ്ങനെ അടുത്ത് പെരുമാറുന്നത്? അല്ല, എൻ്റെ ഓഫീസേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടീവാണ്. അതുകൊണ്ടാണ് എനിക്കിത് പറ്റുന്നത് തന്നെ. കാരണം എൻ്റെ അഡ്മിനിസ്ട്രേഷനിലെ ജോയിൻറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് വിജയശ്രീ മാഡം, ആ മാഡം ഞാൻ ഈ ലീവ് അപ്ലൈ ചെയ്യുന്നത് ഒക്കെ അവർ അതിനെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അതിനെ തരാൻ പറ്റില്ലെന്നോ ഒന്നും പറയാറില്ല. അത് അവർക്കൊക്കെ വളരെ പ്രോത്സാഹനമാണ് എനിക്ക് തന്നിട്ടുള്ളത് ഇതുവരെ. മന്ത്രിമാരെങ്കിലും കണ്ടിട്ടുണ്ടോ? മന്ത്രി ഞങ്ങളുടെ തന്നെ മന്ത്രി, ഞാൻ ധനകാര്യ വകുപ്പിലാണ്, ബാലഗോപാൽ മിനിസ്റ്റർ കണ്ടിട്ടുണ്ട്. അദ്ദേഹം എന്തെങ്കിലും പറയാറുണ്ടോ കണ്ടിട്ട്? അല്ല, പുള്ളി കൊള്ളാം ഇനിയും നന്നാവാനുണ്ടെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ലീവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുമല്ലേ? അല്ല, ലീവ് ഈ ജോയിന്റ് സെക്രട്ടറി വരെ പോയാൽ മതി, അപ്രൂവ് ചെയ്ത് തരാറുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഈ സിനിമ, അതായത് വ്യസന സമേതം ബന്ധുമിത്രാദികൾ, ഈ പേര് പോലെ തന്നെ നമ്മൾ സഞ്ജയനക്കാടിലാണ് ഇത് കൂടുതലും കണ്ടിട്ടുള്ളത്. ഇത്തരം ഒരു പേര് വന്നപ്പോൾ നീളം കൂടിപ്പോയെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ലില്ല, കാരണം വ്യത്യസ്തമായ പേരെന്ന് എനിക്ക് കണ്ടുവിടാൻ മനസ്സിലായി. കാരണം ഇതിന്റെ ടൈറ്റിൽ ആദ്യം അറിയുമ്പോൾ ഇതൊരു വ്യത്യസ്തമുള്ള ടൈറ്റിലാണെന്നുള്ളത് അപ്പോഴേ തന്നെ ഞാൻ മനസ്സിലായി. അതുകൊണ്ട് വിപിൻ, നമ്മുടെ ഡയറക്ടർ വിപിൻ നേരത്തെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ 5 സഞ്ചയനം എന്ന് പറഞ്ഞിട്ട്. മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെ ഇതുപോലെ വേറൊരു രസകരമായിട്ടുള്ള മരണ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. അപ്പം അത് ഞാൻ കണ്ടായിരുന്നു. അപ്പം വിപിൻ്റെ ഒരു കസിൻ എൻ്റെ ഫ്രണ്ടാണ് തോന്നക്കില്ല. അപ്പം അവൻ അയച്ചു തന്നു. തുടക്കത്തിൽ തന്നെ കണ്ടു, അവരൊക്കെ ഉണ്ടായിരുന്നു അതിൽ. പക്ഷെ അതിലെ ഒരു ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരെ വെച്ചിട്ടാണ് വിപിൻ അത് ചെയ്തിരിക്കുന്നത്. നാട്ടുകാരെന്ന് പറഞ്ഞാൽ പലതും അതിൽ വരുന്നു പോകുന്ന ചേച്ചിമാർക്കൊന്നും അഭിനയിക്കാനോ അങ്ങനെ ഒരു വേറെ അഭിനയിച്ച് പരിചയമോ ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഭയങ്കര രസമായിട്ടത് ചെയ്തിട്ടുണ്ട് ഓരോ സീൻസും. കാര്യം ഇതിനകത്ത് നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. ആ സിനിമയിലുള്ള ഒരാൾ പോലും അമച്വർ അല്ല, എല്ലാവരും പ്രൊഫഷണലി. ഞാനാണ് ഇത്രയും ക്രൗഡിനെ അദ്ദേഹം എങ്ങനെയായിരിക്കും നിയന്ത്രിച്ചതെന്നൊക്കെ ഞാൻ ആ സമയത്ത് ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു എസ് വിപിൻ. അതെ, ഈ ക്രൗഡിനെ. പിന്നെ അതുപോലെ തന്നെ എല്ലാം സീനിയർ ആർട്ടിസ്റ്റുകൾ 2-3 പേരുണ്ട്. ബൈജു ചേട്ടൻ എങ്ങനെയായിരുന്നു? എൻ്റെ അടുത്ത് വളരെ എനിക്ക് മുമ്പേ പുള്ളിയെ സൗഹൃദമുള്ള ആളും കൂടെയാണ്. എല്ലാവരും തിരുവനന്തപുരം സ്വദേശികളും കൂടെയാണ് ഈ സിനിമയെ സംബന്ധിച്ച്. കുടുംബം പോലെയായിരുന്നു ആ സിനിമയിലെല്ലാം. ഇപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും, സ്ത്രീകളായാലും ഒരു പ്രശ്നവും അതിനകത്തില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും, അത് പ്രൊഡക്ഷനിലുള്ള ആൾക്കാരായാലും. അത് എനിക്ക് തോന്നുന്നു ഈ വിപിൻ ദാസിൻ്റെ ആ ക്രൂവിലുള്ള ഒരു പ്രത്യേകതയാണ്. അവിടെ ഉള്ള ആർട്ടിസ്റ്റുകളായാലും ഈ ക്യാമറ ചെയ്യുന്ന പിള്ളേരായാലും ഒക്കെ നമ്മളുമായിട്ട് അത്രയും അല്ലേ. ക്യാമറ ചെയ്യുന്ന അപ്പു, പിന്നെ ഈ ചീഫ് റജി, എഡിമാര് മുകേഷ്, പിന്നെ റിഞ്ചു, അങ്ങനെ എല്ലാവരും ഭയങ്കര ഈ ഒരു ഏഡിയയിൽ അഭിനയിച്ചിട്ടുണ്ട്. അറിയാം നമ്മുടെ കാശിക്ക് പോകുന്നു. ഞാൻ കഥ മൊത്തം മിക്കവാറും എന്നെ ഡയറക്ടർ കൊല്ലും. ഈ കഥകൾ മൊത്തം നമ്മൾ പറഞ്ഞാൽ കഥകളെല്ലാം പറയേണ്ടി വരും. പക്ഷേ എന്തായാലും ഒരു ഉഗ്രൻ സിനിമയാണ് അല്ലേ. നമ്മുടെ സാധാരണപ്പെട്ട ആളുകളുടെ ജീവിതമാണത് പറയുന്നത്. ഒരു ചെറിയ സംഭവത്തിനടുത്ത് വലിയ സ്ക്രീനിൽ അല്ലേ. ഇതിന്റെ ഒരു പ്രത്യേകത തിരുവനന്തപുരം നിവാസികളാണ് കൂടുതലും മെയിൻ ക്യാരക്ടേഴ്സ്.
ഒരു കുടുംബം പോലെയാണ്. ആയിരുന്നു. കുടുംബം പോലെ തന്നെയായിരുന്നു. അത് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇത് എസ് വിപിൻ്റെ ഒരു മാജിക്കാണ്. കാരണം ഒരു നവാഗത സംവിധായകൻ ഇത്രയും ഹിറ്റായിട്ട് ഫസ്റ്റ് പടം തന്നെ വളരെ റെയറാണ്. അത് പുള്ളി ഭംഗിയായിട്ട് പുള്ളി നിർവഹിച്ചു. പുള്ളിയെ കണ്ട ഒരു സീരിയസ് മാൻ എന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. പക്ഷേ വഴക്കൊന്നും പറയില്ല, നമ്മൾ തെറ്റിയാലും അതിങ്ങനെയല്ല ഏട്ടാ ഇങ്ങനെയല്ല ചെയ്യാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കംഫർട്ടാക്കി നമ്മളെ കൊണ്ടുപോകുന്നു. ഒപ്പം ഈ കൂടെ അഭിനയിച്ച അസീസ്, നോബി, ബൈജു, അനശ്വര, മല്ലിയാമ്മ, പിന്നെ ഈ ദീപു നാവായിക്കുളം, 2 പേര്, ദീപു നാവായിക്കുളം, അജിത്ത്, അതുപോലെ പിന്നെ അതിനകത്തൊരു മെമ്പർ കുമാറുണ്ട്. അതെ, പുള്ളി ജാസിം, പുള്ളിയുടെ ശിങ്കിടിയായിട്ടാണ് ഞാൻ. പുള്ളി അങ്ങനെ വലിയ സിനിമയൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല, പക്ഷേ ത്രൂ ഔട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അനശ്വരയുടെ അമ്മയായിട്ട് വന്ന അശ്വതി, അശ്വതി മിമിക്രി ഫീൽഡും ഇതൊക്കെ ആയിട്ട് നടന്നതാണ്. പക്ഷെ അശ്വതിയൊക്കെ അങ്ങ് മാരക പെർഫോമൻസ് ആയിരുന്നു. അതില് ക്രിയേറ്റീവ് ഡയറക്ടറും കൂടെ ആയിരുന്ന നമ്മുടെ സജി സഭ, അവരൊക്കെ എന്ത് റേഞ്ചിലാണ് അത് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഉപ്പുമുളവിലെ അപ്പൂപ്പൻ, എന്നെ തന്നെ ഈ സിനിമ ഇതിലോട്ട് കൊണ്ടുവരാൻ കാരണക്കാരിൽ ഒരാളായതാണ് രതീഷ് രോഹിണി. ചേച്ചി എങ്ങനെ തോന്നുന്നു ഈ സിനിമ കണ്ടിട്ട്? ഇനി അങ്ങോട്ട് എന്താണ് പ്രേക്ഷകരോട് പറയാൻ? അല്ല, പ്രേക്ഷകർ കാണണം, കാണാത്തവർ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മളിപ്പം ടെൻഷനൊന്നും ഇല്ലാതിരിക്കാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മൾ ടെൻഷനിലൂടെ നടക്കുന്ന, ടെൻഷൻ ഫ്രീ ആണ്, ടെൻഷനിലൂടെ നടക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ആ 2 മണിക്കൂർ നമ്മൾ ഭയങ്കരമായിട്ട് റിലാക്സ് ആവും. അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. എല്ലാവരും തീർച്ചയായിട്ടും കാണണം, എല്ലാവരും കാണണം തീർച്ചയായിട്ടും. ഏതായാലും നിങ്ങളുടെ ഈ സിനിമയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും. വ്യസനസമേതം ബന്ധുമിത്രാദികൾ 100 കോടി ക്ലബിലേക്കും അല്ലെങ്കിൽ അതിന് മേളിലോട്ടും പോട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ സിനിമകൾ, ഇനി വരുന്ന സിനിമകളെല്ലാം വൻ വിജയത്തിലേക്ക് പോട്ടെ. താങ്ക് യു.